കാനന സ്വർഗത്തെ കണി കണ്ടൊഴുകി വരുന്ന കാട്ടരുവികൾ. കാടിൻ്റെ കവിത ചൊല്ലുന്ന മാമലക്കണ്ടത്തേക്ക് സ്വാഗതം. കാടിൻ്റെ കണിയുള്ള നാടിൻ്റെ നിറമുള്ള കാട്ടാറിൻ കവിതയോ മാമലക്കണ്ടം. ഈ നൂൽപ്പാലം ഇന്നെൻ്റെ കാൽപാദമേറിയാൽ കാഴ്ച വിശേഷത്തിലാനയിക്കാം. കോരിത്തരിപ്പോടെ പാറകേറാം, തിരയടിച്ചൊഴുകുന്ന പുഴയിറങ്ങാം, കുളിരുള്ള അരുവിയിൽ കുസൃതി കാട്ടാം, മഴയിൽ തിളങ്ങുന്ന പ്രകൃതി കാണാം. കാടിൻ്റെ ഗന്ധം, മലനാടിൻ്റെ ചന്തം, ഇത് മാമലക്കണ്ടം, മാമലക്കണ്ടം, മാമലക്കണ്ടം. എറണാകുളം ജില്ലയിലെ മോഹിപ്പിക്കുന്ന സഞ്ചാര ഇടങ്ങളുടെ മുൻനിരയിലെത്തി നിൽക്കുന്ന വൈറലായ ഒരു വനഗ്രാമമാണ് മാമലക്കണ്ടം. മാമലക്കണ്ടത്ത് നിങ്ങൾ സന്ദർശിക്കേണ്ട 7 പ്രധാന സ്പോട്ടുകൾ പരിചയപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ. ഈ യാത്രയ്ക്ക് ഉപകാരപ്രദമാകുന്ന വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. അതുമാത്രമല്ല, കൊച്ചിയിൽ നിന്നും ഒരു 1 ഡേ ട്രിപ്പ് പോകുവാൻ പറ്റിയ 15 സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുടെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കോതമംഗലത്ത് നിന്നും തട്ടേക്കാട് പക്ഷി സങ്കേതം കടന്നെത്തുന്നത് കുട്ടമ്പുഴ ഭാഗത്തേക്കാണ്. കുട്ടമ്പുഴ ടൗണിലുള്ള ഈ കടവിൽ നിന്ന് നോക്കിയാൽ ഇടമലയാർ, പൂയംകുട്ടി, കുട്ടമ്പുഴ എന്നീ 3 പുഴകളുടെ സംഗമസ്ഥാനത്തിൻ്റെ പ്രകൃതി മനോഹാരിത ആവോളം ആസ്വദിക്കാം. കുട്ടമ്പുഴ ടൗണിൽ നിന്നും ഉരുളന്തണ്ണി ഫോറസ്റ്റ് റൂട്ടിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് മാമലക്കണ്ടത്തേക്ക് പ്രവേശിക്കാം. വനസൗന്ദര്യം ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റൂട്ട് പോകാം. മറ്റൊന്ന്, മൂന്നാർ റൂട്ടിൽ നേര്യമംഗലം പാലം കടന്ന് മാമലക്കണ്ടം ഗവൺമെൻറ് സ്കൂൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് കയറുന്ന പാതയാണ്. മാമലക്കണ്ടം എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ തെളിയുന്ന ചിത്രം ഈ സ്കൂൾ മാത്രമായി ഒതുങ്ങുന്നുവെങ്കിലും ഒത്തിരി കാണാക്കാഴ്ചകൾ ഒളിപ്പിച്ച ഒരു കാനന സ്വർഗമാണ് ഈ മലനാട്. ആ കാഴ്ചകളിലേക്കെല്ലാം നമുക്കൊന്ന് കണ്ണോടിക്കാം. കുട്ടമ്പുഴയിൽ നിന്നും തിരിഞ്ഞ് ആദിവാസി വനമേഖല കൂടിയായ ഉരുളന്തണ്ണിയിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നെത്തുന്നത് കാടും മലയും കാട്ടാനുകളും കാട്ടരുവികളും വെള്ളച്ചാട്ടങ്ങളുമൊക്കെയായി ആരെയും ആകർഷിക്കുന്ന കാടിനകത്തെ ഒരു കൊച്ചു ഗ്രാമത്തിലേക്കാണ്. കാടിൻ്റെ പരിധി ആയതിനാൽ ഇവിടെ സഞ്ചരിക്കുന്നവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിഷ്കർഷിക്കുന്ന മുൻകരുതലുകളും നിയമങ്ങളും ഉറപ്പായും പാലിക്കേണ്ടതാണ്. അനുമതിയില്ലാതെ ഉൾവനത്തിലേക്ക് കടക്കുന്നതും മറ്റും ശിക്ഷാർഹമാണ്. കൗതുകത്തോടെ കയറിയ ഈ ഒരു കൊച്ചു തൂക്കുപാലത്തിൻ്റെ മറുകര നീളുന്നത് പുനരധിവസിക്കപ്പെട്ട ആദിവാസി സമൂഹത്തിൻ്റെ കോളനിയിലേക്കാണ്. മഴക്കാലത്ത് വെള്ളം പൊങ്ങി ആ പ്രദേശത്തെ വഴിയടഞ്ഞതിൻ്റെ ഭാഗമായി പുറത്തു കടക്കാനുണ്ടാക്കിയതാണ് ഈ താൽക്കാലിക മാർഗം. കോതമംഗലം ടൗണിലേക്ക് രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരുന്ന രീതിയിൽ ഒരേ ഒരു പ്രൈവറ്റ് ബസ് ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. കൂടാതെ ശനി ഞായർ ദിവസങ്ങളിൽ KSRTCയുടെ ജംഗിൾ സഫാരിയും കോതമംഗലം മാമലക്കണ്ടം വഴി മൂന്നാർക്ക് ഉല്ലാസയാത്ര പോകുന്നുണ്ട്. പന്തപ്ര മാമലക്കണ്ടം റോഡ് കയറിയാണ് മാമലക്കണ്ടം ഗവൺമെൻറ് സ്കൂൾ ഭാഗത്തേക്ക് പോകേണ്ടത്. പന്തപ്ര ഒരു ട്രൈബൽ ഏരിയ കൂടിയാണ്. വേനൽക്കാലത്ത് കാട്ടാനകൾ കൂട്ടത്തോടെ വെള്ളം കുടിക്കാൻ പന്തപ്ര മേഖലയിലൂടെ കടക്കാറുണ്ട്. ചെറിയ തോടുകളും ചാലുകളുമൊക്കെയായി കുട്ടമ്പുഴയാറിൻ്റെ കൈവഴികൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ചകൾ ഇവിടെ അങ്ങിങ്ങായി ആസ്വദിക്കാവുന്നതാണ്. ഒത്തിരി കടകളൊന്നുമില്ലാത്ത ഈ പരിസരത്ത് കണ്ട ഈ നാടൻ പെട്ടിക്കടയിലൊന്ന് കയറി. പിന്നെ കാട്ടാന ശല്യമുണ്ട് ഇവിടെ മൊത്തം. കാട്ടാന ശല്യമുണ്ട്. പിന്നെ ഇപ്പോൾ രാത്രി എല്ലാ സമയങ്ങളിലും എല്ലാം ഉണ്ട്. പിന്നെ ആൾക്കാർക്ക് സദ്യ കഴിഞ്ഞാൽ കിടക്കാനൊക്കെ പേടിയാണ്. വന്നു കഴിഞ്ഞാൽ വണ്ടി പോക്കൊന്നുമില്ല, വണ്ടി പോക്കെല്ലാം കുറവാണ്. ആനെല്ലാം പറമ്പിൽ കൂടെ വരും, ആൾക്കാർക്ക് പേടിയാവും. പിന്നെ ആൾക്കാരെ ഒച്ച വെച്ച് കൂട്ടം കൂടി തീ കത്തിച്ച് ആനയെ കുടിച്ചു വിടും. മൂന്നാർ പോകുന്നവർക്ക് ഈ റൂട്ടിലൂടെ അടിമാലി ഭാഗത്തേക്ക് കയറാവുന്നതാണ്. പച്ചപ്പിൻ്റെ കുളിർമയുള്ള കാടിന് നടുവിലെ റോഡിലൂടെ ചെന്നെത്തുന്നത് കൂട്ടിക്കൽ പാലത്തിലേക്കാണ്. പണിമുഴുമിക്കാത്ത ഒരു പാലവും അതിനോട് ചേർന്നൊഴുകുന്ന കൊച്ചു വെള്ളച്ചാട്ടവും ഇവിടെ കാണാം. മാമലക്കണ്ടത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. പക്ഷെ പലരും ഇവിടെ വരെ എത്തി വെള്ളത്തിലിറങ്ങി ആസ്വദിച്ച് തിരിച്ചു പോവുകയാണ് പതിവ്. അതിനുള്ള കാരണം ഒരുപക്ഷെ ഈ പാലത്തിലൂടെ വാഹനങ്ങൾ കൊണ്ടുപോകാനുള്ള ശോച്യാവസ്ഥ ആയിരിക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ഞങ്ങൾക്കൊപ്പം വഴികാട്ടിയായി നാട്ടുകാരനായ അജയൻ കൂടി ചേരുന്നു. നല്ലൊരു ടൂർ ഗൈഡിനെ പോലെ അദ്ദേഹം ഞങ്ങളെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മാവിൻചോട് വെള്ളച്ചാട്ടം, ഉരുളിക്കുഴി
വെള്ളച്ചാട്ടമുണ്ട്. അവിടെ നമുക്ക് വെള്ളച്ചാട്ടത്തിന് മുകളിലായിട്ടൊരു തടയണയുണ്ട്. അവിടെ നമുക്ക് കുളിക്കാനിറങ്ങാൻ പറ്റിയ സൗകര്യമുണ്ട്. അത്യാവശ്യം ഡ്രസ് ചേഞ്ച് ചെയ്യാനും. അവിടുന്ന് തോട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മുനിപ്പാറ, അത് മുനിയാറേക്കുള്ള സ്ഥലമാണ്. പാറ മുകളിലേക്ക് ഒരു ഓഫ് റോഡ് തന്നെയാണ്, ചെറിയൊരു ഓഫ് റോഡാണ്. ചെറിയൊരു ചാർജിലൊക്കെ പോകാൻ പറ്റും. പിന്നുള്ളത് കൊയിനിപ്പാറയാണ്. അതെന്തായാലും ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ പോവുള്ളൂ. പിന്നെ താറ് പോലുള്ള വണ്ടികൾ ചിലവർ കയറിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അവർ ജീപ്പുകൾ കിട്ടും, റെൻറ്റിന് കിട്ടും. 2000 രൂപയാണ് ചാർജ്. അത് 2800-3000 അടി ഹൈറ്റിലേക്കാണ് ചെല്ലുന്നത്. നല്ല വ്യൂ ആണ്. നേരിമംഗലം മുതൽ രാത്രി ആയി കഴിഞ്ഞാൽ എയർപോർട്ട് വരെയുള്ള ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ കാണാം. കോതമംഗലം, ഊന്നുകല്ല്, തലക്കോട്, അങ്ങനെ ചെറിയ സ്ഥലങ്ങൾ. രാത്രി ആയിക്കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിലാണെങ്കിലും ഏതാണ്ട് എയർപോർട്ടിൻ്റെ പരിസരങ്ങൾ വരും. അത്ര വ്യൂ ഉണ്ട്. ഇത് കൂട്ടിക്കുളം തോട്, കൂട്ടിക്കൽ തോട് എന്നാണ് പറയുന്നത്. കൂട്ടിക്കുളം പാലം. ഇതിനു മുമ്പ് ഈ പാലം ചെറിയൊരു ചപ്പാത്തായിരുന്നു. 25-30 വർഷം മുമ്പ് തടിയൊക്കെ ഇട്ട് വണ്ടികളെല്ലാം അതിൽ കടത്തിക്കൊണ്ടിരുന്ന ഒരു പാലമായിരുന്നു. പിന്നീട് 25 വർഷം മുമ്പ് അത് പണിത് സാധാരണ ഇതിനു മുമ്പുണ്ടായിരുന്ന പാലം. വീഡിയോകളിലെല്ലാം കണ്ടിട്ടുണ്ടാവും. വണ്ടികളെല്ലാം തിരിയാൻ വളരെ കഷ്ടപ്പെട്ട് ഇട്ടിരുന്ന പാലമാണിത്. അത് ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് പൊളിച്ചു പണിതത്. ഇപ്പോൾ ബസ് സർവീസ് ഉള്ളത് താഴത്ത് കാണുന്ന തോട്ടിലൂടെ ഇറങ്ങിയിട്ടാണ്. എല്ലാ സർവീസും ഉണ്ട്. ഒരു പ്രൈവറ്റ് സർവീസ് ഉണ്ട്. പിന്നെ KSRTC ജിംഗിൾ സഫാരി എല്ലാ വണ്ടികളും ഈ തോട്ടിലൂടെ ഇറങ്ങിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് അടക്കമുള്ള വാഹനങ്ങൾ ഈ അരുവിയിലൂടെ കടന്നു പോകാറുള്ള കാഴ്ച കൗതുകകരമാണ്. കാടിൻ്റെ ബാഹ്യ സൗന്ദര്യത്തിലേക്ക് കണ്ണോടിച്ച് നീർച്ചാലുകളിൽ കുസൃതി കാട്ടി മുന്നോട്ട് നീങ്ങി. ഏറ്റവും കൂടുതൽ കാട്ടാനകൾ കാടിറങ്ങി കടന്നു പോകാറുള്ള ഒരു ഭാഗത്തുകൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ ഈ വഴി ചെന്നെത്തുന്നത് ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഫോറസ്റ്റിനുള്ളിലെ കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം മാമലക്കണ്ടം സ്കൂളിന് സമീപത്തുള്ള തോടിലൂടെ വന്നു ചേരുന്നത് ഇവിടെയാണ്. ഒരു വശത്തു നിന്നും ശാന്തതയോടെ ഒഴുകി വരുന്ന പുഴ ഈ ഒരു തിട്ട ഇറങ്ങിയാൽ പിന്നെ പാറപ്പുറത്തുകൂടി കുതിച്ചു പായുന്ന കാഴ്ചയാണ് കാണുക. നേരെ കാണുന്ന ആ വഴിയിൽ നിന്നും ടൂറിസ്റ്റുകളുമായി വരുന്ന ജീപ്പുകൾ ഈ പുഴയിലൂടെ ഇറങ്ങി അപ്പുറം കടന്നു പോകാറുള്ള കാഴ്ച ഇവിടുത്തെ ഒരു രസകരമായ ഒരു ഓഫ് റോഡ് അനുഭവമാണ്. അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ള ഈ ഭാഗത്തെ പാറയിൽ ഒന്നിലധികം വലിയ ഗർത്തങ്ങളുള്ളതിനാൽ ഇവിടെ ഇറങ്ങാൻ പാടുള്ളതല്ല. അതിശക്തമായ അടിയൊഴുക്കോടെ വെള്ളം പാറയിൽ തട്ടിത്തിരിഞ്ഞ് കറങ്ങി ഒഴുകുമ്പോൾ അവിടെ വെട്ടുകളും കുഴിയും രൂപപ്പെടുന്നു. ഒത്തിരി വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ അടിഭാഗം വൻ ഗർത്തമായി മാറുന്നു. ഇതറിയാതെ വെള്ളത്തിലിറങ്ങിയ ചിലർ ഇവിടെ മരണപ്പെട്ട സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. പാറയിൽ ഒരു ഉരുളിക്ക് സമാനമായ ഗർത്തം കാണപ്പെടുന്നതിനാലാണ് ഇവിടെ ആ പേര് വരാൻ കാരണമെന്ന് പറയപ്പെടുന്നു. ഭക്ഷണം കഴിക്കാനായി വഴിയിൽ കണ്ട ഈ ഹോട്ടലിൽ നിർത്തി. ഒത്തിരി ഹോട്ടലുകളൊന്നും ഈ ഭാഗത്തില്ല. പച്ചപ്പ് പൊതിഞ്ഞു നിർത്തിയിരിക്കുന്ന ഈ മലയോര ഇടറോഡിലൂടെ കുളിരേറ്റ് വണ്ടിയോടിക്കാൻ ഒരു പ്രത്യേക രസമാണ്. റബ്ബർ തോട്ടത്തിൻ്റെ അതിർത്തിയിൽ ഈറ്റകൾ നിറഞ്ഞ വരമ്പിലൂടെ ഇറങ്ങിച്ചെല്ലുന്നത് മാവിൻ ചൂട് വെള്ളച്ചാട്ടത്തിൻ്റെ മടിത്തട്ടിലേക്കാണ്. ഉരുളിക്കുഴിയിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഇവിടേക്കാണ് വന്നെത്തുന്നത്. വെള്ളം കുറവായ സമയമായതിനാൽ പുഴ ഇവിടെ ഒരു ഭാഗം ചേർന്നാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒളിച്ചിരിക്കുന്ന അപകടാവസ്ഥ നമ്മളെ തുറന്നു കാണിക്കുന്നതാണ് ഈ കാഴ്ച. പലയിടത്തും ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുള്ള ഇവിടെ പുഴ നിറഞ്ഞൊഴുകുന്ന സമയങ്ങളിൽ ഒന്നും ആലോചിക്കാതെ വെള്ളത്തിലിറങ്ങുന്നവർ ഈ അപകട സാധ്യത ഓർക്കാറില്ല. ആയതിനാൽ കരപറ്റി നടക്കുന്നതാണ് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഏറ്റവും സുരക്ഷിതം. പാറയിൽ തട്ടി പതഞ്ഞൊഴുകി പാൽപ്പുഴ പോലെ പോകുന്ന ഈ ജലയാത്ര ചെന്നെത്തുന്നത് പീണ്ടിമേട് വെള്ളച്ചാട്ടത്തിലേക്കാണ്. അവിടുന്ന് പൂയംകുട്ടിയിലേക്ക് പാറക്കല്ലുകളിൽ ചിന്നിച്ചെതിറിയെത്തുന്ന വെള്ളത്തിൻ്റെ ഓളങ്ങൾ താളം മൂളുന്ന നിമിഷങ്ങളിലേക്ക് ഒന്ന് പോയി വരാം. മഴയിൽ മാത്രം മറന്നീങ്ങുന്ന മാമലക്കണ്ടത്തിൻ്റെ മാസ്മരിക ഭാവങ്ങൾ നിറഞ്ഞ
ഏതാനും നിമിഷങ്ങളിലേക്കാണ് ഇനി നാം കുതിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ മാമലക്കണ്ടം ഗവൺമെൻറ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് നേര്യമംഗലം പാലത്തിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെയാണ്. സ്കൂളിന് മുന്നിലെ ജംഗ്ഷനിൽ ഓഫ് റോഡ് സഫാരി പോകാനുള്ള ജീപ്പ് സ്റ്റാൻഡും കാണാം. കേരളത്തിലെ മറ്റൊരു സ്കൂളിനും സ്വന്തമാക്കാൻ കഴിയാത്ത എന്ത് നേട്ടമാണ് ഈ സ്കൂളിനെന്ന് ചോദിച്ചാൽ ഈ ദൃശ്യങ്ങൾ തന്നെയാണ് അതിനുത്തരം. സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള സ്കൂൾ എന്ന ഖ്യാതി നേടിയ ഇവിടുത്തെ ക്ലാസ് മുറിയിലിരുന്ന് നോക്കിയാൽ മലയുടെ മടിത്തട്ടിലേക്ക് പതഞ്ഞൊഴുകുന്ന കുളിരുള്ള കാഴ്ചകളാണ് കുട്ടികളുടെ മനസ്സിൽ പതിയുക. മഴയിൽ കോടയിറങ്ങുന്ന വൻമലയിലെ വെള്ളച്ചാട്ടത്തിൻ്റെ അതിഗംഭീരമായ ഒരു ദൃശ്യ പശ്ചാത്തലം ക്യാമറയിൽ പകർത്തുന്ന ഫോട്ടോഷൂട്ടിനായി ഇവിടെ ഒത്തിരി പേരെത്താറുണ്ട്. ചെറിയ ട്രെക്കിംഗ് അതുപോലെ ഓഫ് റോഡിന് താല്പര്യമുള്ളവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് അടുത്ത വ്യൂ പോയിൻ്റായ മുനിപ്പാറ. ഒരു പാറയുടെ മുകളിൽ കാണുന്ന പുരാതനമായ ഒരു മുനിയറയും ഏതാനും വെള്ളച്ചാട്ടങ്ങളുടെ കൈവഴികൾ ഒഴുകുന്ന ദൂരക്കാഴ്ചകളും ഇവിടെ കയറിയാൽ കാണാം. പാറയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന നീർച്ചാലുകൾ സൃഷ്ടിക്കുന്ന കടമ്പകൾ കടന്നു വേണം മുകളിലേക്ക് കയറിപ്പോകാൻ. ശിലായുഗ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കും വിധം കല്ലിൽ തീർത്ത ഈ ഗുഹയാണ് മുനിയറ എന്നറിയപ്പെടുന്നത്. പുരാതന കാലത്ത് മഴ പെയ്യുവാൻ വേണ്ടി നാട്ടുകാർ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു ചടങ്ങ് ഇവിടെ ഇപ്പോഴും അനുഷ്ഠിച്ചു പോരുന്നു. വിദൂരതയിൽ അങ്ങിങ്ങായി മലകളിലൂടെ ഒലിച്ചിറങ്ങുന്ന ചില വെള്ളച്ചാട്ടങ്ങളുടെ കൈവഴികൾ ഇവിടെ നിന്നും ഒറ്റനോട്ടത്തിൽ ആസ്വദിക്കാം. കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങാറുള്ള കൊടുംകാടിൻ്റെ നടുവിലൊരു 2000 വർഷം പഴക്കമുള്ള ക്ഷേത്രമുണ്ട്. ക്നാച്ചേരി ശ്രീദുർഗ ഭഗവതി ക്ഷേത്രം. അവിടേക്കാണ് അടുത്ത യാത്ര. വൻമരങ്ങൾ തിങ്ങിയ വഴിയിലൂടെ കുറച്ച് സഞ്ചരിക്കുമ്പോൾ മനോഹരമായ ഒരു അരുവിയിലെത്തും. കൊടും കാടിനെ ചുറ്റിവരുന്ന കാട്ടുചോലകൾ ഒത്തുചേർന്ന് ഒഴുകിയെത്തുന്ന ഈ കാട്ടരുവി നീന്തി കടന്നു വേണം യാത്ര തുടരാൻ. ഈ കുളിരുള്ള അരുവിയുടെ അലകൾക്ക് കാതോർത്താൽ കാടിൻ്റെ കഥ കേട്ട് മുന്നോട്ട് നീങ്ങാം. നിബിഡ വനത്തിൻ്റെ സൗന്ദര്യം നുകർന്നു നീങ്ങുമ്പോൾ കാട്ടുവഴിയിൽ അങ്ങിങ്ങായി ആനപ്പിണ്ടം കാണാം. കാട്ടാന ശല്യമുള്ളതിനാൽ ഒറ്റയ്ക്കാരും ക്ഷേത്രത്തിലേക്ക് പോകാറില്ല. ഇത് കാടിനുള്ളിലുള്ള ക്ഷേത്രമാണ്. ആന എല്ലാ മൃഗങ്ങളും ഇവിടെ ഉണ്ട്. അതിനുവേണ്ടിയാണ് ഫെൻസിങ് ചെയ്തേക്കുന്നത്. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ ക്നാച്ചേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം. ഏകദേശം 2000 വർഷം പഴക്കമാണ് ഇതിന് പ്രശ്നവിധിയിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്ഷേത്രാവിശേഷങ്ങളൊക്കെ വന്ന് ഗവേഷണവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആദ്യം ഇപ്പോൾ നമ്മളായിട്ട് ഇപ്പോൾ ചെയ്തേക്കുന്നത് 3ാമത്തെ പുനഃപ്രതിഷ്ഠയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ട് ചുറ്റമ്പലത്തിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. കിണറിന് തീർത്ഥശങ്കിൻ്റെ അടിവശം തീർത്ഥശങ്കിൻ്റെ ഷേപ്പാണ്. നമ്മൾ ആദ്യമേ ചെറിയൊരു കുഴി പോലെ തോന്നിക്കുന്നതായിരുന്നു. പിന്നെ പ്രശ്നവിധി തന്നെ പറഞ്ഞാണ് ഇത് തെളിച്ച് കിണറാണെന്നുള്ള രീതിയിൽ തെളിച്ച് താഴ്ത്തേക്ക് നിന്നപ്പോഴാണ് കിണറാണെന്നുള്ളത് മനസ്സിലാകുന്നത്. കുംഭമാസത്തിലെ അശ്വതി നാളിലാണ് ഇതിൻ്റെ ഉത്സവം വരുന്നത്. ആ സമയത്ത് പ്രധാന വഴിപാടായിട്ടുള്ളത് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമാണ്.
സൂര്യകാലടിയിലെ പരമേശ്വരൻ തിരുമേനിയാണ് ഇതിൻ്റെ തന്ത്രം ചെയ്യുന്നത്. ഈ കാണുന്നത് ക്ഷേത്രപരിധിയിൽ നിന്ന് മാറ്റി വെച്ചിരുന്ന ക്ഷേത്രത്തിൻ്റെ പഴയ അവശിഷ്ടങ്ങളാണ്. പൊട്ടിയതും ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് മാറ്റി വെച്ചിരിക്കുന്നത്. പണ്ടുള്ള കുത്തുപണിയിൽ ചെയ്തിരിക്കുന്ന കല്ല്. ഓഫ് റോഡിൻ്റെ ഓഫ്ലൈൻ എക്സ്പീരിയൻസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊയിനിപ്പാറയിലേക്കാണ് അടുത്ത യാത്ര. മാമലക്കണ്ടത്തെ കാഴ്ചകൾ ഏറ്റവും ഉയരം കൂടിയ ഒരു മലമുകളിലെ വ്യൂ പോയിന്റിൽ നിന്നും കാണാൻ സാധിക്കുന്ന ഒരു ഉഗ്രൻ ഓഫ് റോഡ് ജീപ്പ് യാത്രയാണിത്. മാമലക്കണ്ടം ഗവൺമെൻറ് സ്കൂളിന് മുന്നിലെ ജംഗ്ഷനിലെത്തി ജീപ്പ് ഒന്നിന് 2000 രൂപ കൊടുത്താൽ 4-5 പേർക്ക് പോയി വരാം. മണ്ണും ചെളിയും നിറഞ്ഞ കാട്ടുവഴികൾ മാത്രമല്ല, വലിയ പാറക്കല്ലുകളിലും ചാടിക്കയറിപ്പോകുന്ന ഈ 4 വീൽ ഡ്രൈവ് ജീപ്പുകൾ നിങ്ങൾക്കൊരു വ്യത്യസ്തമായ യാത്രാനുഭവം നൽകുമെന്നുറപ്പാണ്. വ്യൂ പോയിന്റ് എത്തിയാൽ കോടമഞ്ഞ് നിറഞ്ഞ സ്വർഗത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു പ്രതീതിയാണ്. മാമലക്കണ്ടത്തിൻ്റെ വനസൗന്ദര്യം ഒറ്റ ഫ്രെയിമിൽ ഒപ്പിയെടുക്കാൻ പാകത്തിലാണ് ഇവിടെ നിന്നുള്ള ദൂരക്കാഴ്ചകൾ. അതെ, കാനന സൗന്ദര്യത്തിൻ്റെ കൗതുകഭാവം നിറഞ്ഞ തലങ്ങൾ.